നമസ്കാരം. പ്രിയ കൗലയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങൾ, കടലിലൂടെ പായുന്ന കപ്പലുകൾ, ഇവയെല്ലാം സമുദ്രത്തിന്റെ ഏതോ ഒരു ഭാഗത്തെത്തുമ്പോൾ അപ്രത്യക്ഷമാകുന്നു. അത്തരം നിഗൂഢമായ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മുടെ സമുദ്രത്തിലുണ്ടോ? എന്നാൽ ഉണ്ട് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഡെവിൾസ് ട്രയാങ്കിൾ, ഹൂഡു സീ, ലിംബോ ഓഫ് ദി ലോസ്റ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ബെർമുഡ ട്രയാങ്കിൾ. അതെ, ബെർമുഡ ട്രയാങ്കിളിന്റെ അത്തരം നിഗൂഢതകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മിയാമി, ബെർമുഡ, പ്യൂരിറ്റോറിക്കോ തുടങ്ങി 3 പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു സാങ്കല്പിക ത്രികോണം, അതാണ് ബെർമുഡ ട്രയാങ്കിൾ. ഈ ബെർമുഡ ട്രയാങ്കിളിന് മുകളിലൂടെ ഒരു വിമാനത്തിനോ അല്ലെങ്കിൽ ബെർമുഡ ട്രയാങ്കിളിലൂടെ ഒരു കപ്പലിനോ യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ ഏതോ ഒരു അദൃശ്യ ശക്തി വന്ന് ഈ വിമാനങ്ങളെയും കപ്പലുകളെയും എല്ലാം കടത്തിക്കൊണ്ട് പോവുകയാണെന്നായിരുന്നു വിശ്വാസം. ഏകദേശം 75ഓളം വിമാനങ്ങളും 100ഓളം കപ്പലുകളും 1000ഓളം ജീവനുകളും ഈ ബെർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. 1918 USS സൈക്ലോപ്സ് എന്ന് പറയുന്ന കൽക്കരി കയറ്റിക്കൊണ്ടുപോയ ഒരു കപ്പൽ, അതിൽ 309ഓളം യാത്രക്കാരും ഉണ്ടായിരുന്നു. ബെർമുഡ ട്രയാങ്കിൾ എത്തിയപ്പോൾ അതങ്ങ് അപ്രത്യക്ഷമായി. 1945 ഡിസംബർ 5-ന് അമേരിക്കൻ നേവിയുടെ 5 ബോംബർ വിമാനങ്ങൾ, അവയെ ഫ്ലൈറ്റ് 19 എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അവയുടെ പരിശീലന പറക്കത്തിനിടെ ബെർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായി. അവയെ കണ്ടെത്താൻ പോയ ഒരു റെസ്ക്യൂ വിമാനവും അതേ സ്ഥലത്ത് വെച്ച് അപ്രത്യക്ഷമായി. 1948 ഡഗ്ലസ് DC-3 എന്ന് പറയുന്ന വിമാനവും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ അപ്രത്യക്ഷമായത്. 1963 മറൈൻ സൾഫൈഡ് ക്യൂൻ എന്ന് പറയുന്ന ഒരു വമ്പൻ ചരക്ക് കപ്പൽ ബെർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് വിമാനങ്ങളും കപ്പലുകളും ഒക്കെ ഇവിടെ വെച്ച് അപ്രത്യക്ഷമായെങ്കിലും ഞാൻ ഈ പറഞ്ഞവയുടെയൊക്കെ തിരോധാനം ഇപ്പോഴും വലിയ നിഗൂഢതയായി തുടരുന്നു. ബെർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച ഈ നിഗൂഢത ധാരാളം കോൺട്രവേഴ്സി തിയറികൾക്കും കോൺസ്പിറസി തിയറികൾക്കും കാരണമായിട്ടുണ്ട്. അത്തരം ചില തിയറികളെ കുറിച്ച് ഞാനിവിടെ പരാമർശിക്കാം. ഒന്ന്, വെതർ തിയറി. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, അതിശക്തമായ ചുഴലിക്കാറ്റ്, ഇവയൊക്കെ ആവാം ഈ അപ്രത്യക്ഷമാകലിന് പിന്നിലെന്നാണ് ഈ തിയറി പറയുന്നത്. അടുത്ത തിയറി ജിയോ മാഗ്നറ്റിസം തിയറി അഥവാ മാഗ്നറ്റിക് അനോമലി എന്ന് പറയുന്ന ഒരു തിയറി. അത് ഭൂമിയുടെ കാന്തിക വലയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ്. ഭൂമിയുടെ കാന്തിക വലയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ റേഡിയോ സിഗ്നൽസ് വർക്ക് ചെയ്യാതെ വരികയും മാഗ്നറ്റിക് കോമ്പസ് വർക്ക് ചെയ്യാതെ വരികയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി വൈമാനികർക്കും കപ്പിത്താന്മാർക്കും ദിശ മാറി എങ്ങോട്ടോ പോയി അപ്രത്യക്ഷമാകുന്നതാണെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അടുത്തൊരു തിയറി മീഥേൻ ഗ്യാസ് തിയറി. കടലിനടിയിലുള്ള മീഥേൻ ഗ്യാസ് കുമിളകളായി ഉയർന്നു പൊങ്ങി കടലിന്റെ ഉപരിതലത്തിൽ വന്ന് പൊട്ടുമ്പോൾ അത് അന്തരീക്ഷത്തിൽ മൊത്തം വ്യാപിക്കുകയും വിമാനങ്ങളുടെ എഞ്ചിനുകൾ തകരാറിലാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സമുദ്ര ഉപരിതലത്തിലെ ജലത്തിന്റെ മർദ്ദം കുറയുകയും സമുദ്രോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് പൊങ്ങിക്കിടക്കാൻ സാധിക്കാതെ അത് കടൽ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അടുത്തൊരു സിദ്ധാന്തം വളരെ രസകരമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് കേട്ടോ. അതാണ് UFO തിയറി. UFO അറിയാലോ, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്ട്സ്. ഇത് ഏലിയൻസ് അഥവാ അന്യഗ്രഹജീവികളുടെ വാഹനങ്ങളാണ്. ബെർമുഡ ട്രയാങ്കിളിന്റെ അന്തരീക്ഷത്തിൽ പലപ്പോഴും പല തീഗോളങ്ങളും ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ തീഗോളങ്ങളെല്ലാം മിക്കവാറും UFOകളായിരിക്കാമെന്നും ഇതിനകത്തേക്ക് വിമാനങ്ങളും കപ്പലുകളും ഒക്കെ ആകർഷിക്കപ്പെടുമെന്നും അങ്ങനെ ഇതും കൊണ്ട് UFOകൾ പോകുന്നു എന്നുമാണ് ഒരു വിശ്വാസം. ഇതിന് യാതൊരുവിധ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസും ഇല്ല കേട്ടോ. അടുത്തൊരു തിയറിയാണ് ജിയോളജിക്കൽ തിയറി. കടലിന്റെ അടിത്തട്ടിൽ അഗാധ ഗർത്തങ്ങളും ചരിവുകളും ഒക്കെ ഉണ്ടെന്നും ഇതൊക്കെ ആയിരിക്കാം മിക്കവാറും ഈ അപ്രത്യക്ഷമാകലിന് പിന്നിലെന്നും പറയപ്പെടുന്നു. അടുത്തത് ഇലക്ട്രോണിക് ഫോഗ് തിയറി. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ വളരെ തിളക്കമാർന്ന ഒരുതരം മഞ്ഞ് പാളികൾ രൂപപ്പെടുന്നതാണ് അപകടമുണ്ടാകാൻ പ്രധാന കാരണമെന്നാണ് ഈ തിയറി പറയുന്നത്. ഗൾഫ് സ്ട്രീം തിയറി. വൻതോതിലുള്ള ഒരു ജലപ്രവാഹം വരുന്നതിന്റെ ഭാഗമായി കപ്പലുകളും മറ്റുമൊക്കെ ചിന്നിച്ചിതറി പല ഭാഗത്തേക്കും പോകുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. വേറൊരു തിയറിയാണ് മൈക്രോ ബേഴ്സ് തിയറി. ആകാശത്ത് നിന്ന് വളരെ ശക്തിയായി കാറ്റ് കടലിലേക്ക് വീശുന്നു. ഇത് മിക്കവാറും ഇടിയും മിന്നലും മഴയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. വളരെ സ്പീഡിലുള്ള ഈ കാറ്റ് കാരണമാണ് മിക്കവാറും കപ്പലുകളും വിമാനങ്ങളും എല്ലാം തകർന്നു വീഴുന്നത് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. വേറൊരു തിയറിയാണ് അറ്റ്ലാന്റിസ് തിയറി. പ്ലേറ്റോയുടെ എഴുത്തുകളിലൊക്കെയുള്ള അറ്റ്ലാന്റിസ് നഗരം ഇപ്പോൾ കടലിനടിയിലാണെന്നും അറ്റ്ലാന്റിസ് നഗരത്തിലുള്ള മാഗ്നറ്റിക് പവർ വിമാനങ്ങളെയും കപ്പലുകളെയും എല്ലാം ഈ നഗരത്തിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നു എന്നും പറയപ്പെടുന്നു. ഇത് റോക്ക് വേവ് തിയറി.
അതിശക്തമായ വമ്പൻ തിരമാലകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരം തിരോധാനങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. അടുത്തൊരു തിയറിയാണ് കൺഫർമേഷൻ ബയാസ് തിയറി. ഇത് മനുഷ്യന്റെ സൈക്കോളജിക്കൽ ഫീലിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. അതായത് അസാധാരണമായ ഒന്നിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും സാധാരണമായിട്ടുള്ള ഒന്നിനെ നിസ്സാരമായി തള്ളിക്കളയുകയും ചെയ്യുന്ന മനുഷ്യന്റെ ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച്. ഉദാഹരണത്തിന് ബെർമുഡ ട്രയാങ്കിളിലൂടെ ആയിരക്കണക്കിന് വിമാനങ്ങളും കപ്പലുകളും സുഖമായി യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഓർക്കാതെ അവിടെ നടന്ന ചില അപകടങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ ആ ഒരു മാനസിക വ്യവഹാരം. ഇതാണ് കൺഫർമേഷൻ ബയാസ് തിയറി. ഹ്യൂമൻ എറർ തിയറിയാണ് അടുത്തത്. മനുഷ്യസഹജമായ ചില അശ്രദ്ധകൾ, പിന്നെ മെക്കാനിക്കൽ എറർ, ഇതൊക്കെ കൊണ്ടാവാം ഈ അപ്രത്യക്ഷമകലുകൾ സംഭവിക്കുന്നത്. ഇങ്ങനെ ഈ നിഗൂഢതയുടെ പിന്നിൽ ഒരുപാട് തിയറീസ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഡേ ടു ഡേ ഇത്തരം തിയറീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ലോകമെമ്പാടും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജനങ്ങൾക്കെല്ലാം നിഗൂഢതയിൽ വലിയ താല്പര്യമാണ്. ഈ പറഞ്ഞ തിയറികളൊക്കെ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ബെർമുഡ ട്രയാങ്കിളിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെ ഭൂമിക്ക് ചുറ്റും ജലാശയമാണ്. സമുദ്രം വളരെ അഗാധമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവാം, ഒരുപാട് വിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ടാവാം. ഇവയുടെ ഒന്നും അവശിഷ്ടങ്ങൾ തന്നെ ഇതുവരെ കിട്ടിയിട്ടും ഉണ്ടാവത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൺഫർമേഷൻ ബയാസ് തിയറി, ആ ഒരു ഫീൽ ജനങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ബെർമുഡ ട്രയാങ്കിളിന് ഇത്രയും വലിയൊരു ഹൈപ്പ് കിട്ടുന്നത്. പിന്നെ സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതൊരു കാരണമാവാം. മാത്രമല്ല റോഡിലാണെങ്കിൽ പോലും ട്രാഫിക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ആക്സിഡൻറ്റിന് ടെൻഡൻസി ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെ ഈ ബെർമുഡ ട്രയാങ്കിൾ വഴി ഡേ ടു ഡേ ഒരുപാട് കപ്പലുകളും വിമാനങ്ങളും ഒക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ട്രാഫിക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുമുണ്ട്. പക്ഷേ ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള നിഗൂഢത അന്നും ഇന്നും എന്നും ജനങ്ങളുടെ ഇടയിൽ വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. ഈ നിഗൂഢത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഡേ ടു ഡേ ഇത്തരം കോൺസ്പിറസി തിയറികളും കോൺട്രവേഴ്സി തിയറീസും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിഗൂഢതകൾ നിലനിന്നാൽ മാത്രമല്ലേ മനുഷ്യൻ അത്തരത്തിൽ ചിന്തിക്കുകയും അന്വേഷണാത്മകമായി കണ്ടെത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ നിഗൂഢതയായി തുടരുന്നതല്ലേ നല്ലത്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.